ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഈസി ആയിട്ടൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഞാനും മോളും കൂടെയാണ് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ പോണേ. മോളായിരിക്കും കൂടുതൽ ചെയ്യണത്. ഞാൻ ഇന്ന് സൈഡിൽ നിൽക്കുകയുള്ളൂ. എനിക്കിന്ന് ഭയങ്കര പനിയും ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് എല്ലാം മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. ഇന്ന് അതുകൊണ്ടാണ് അവളെ അടുക്കളയിലോട്ട് കയറ്റിയത്. അപ്പം കരയുന്നതല്ല, ഉള്ളി വെട്ടിയതാണ്. അന്ന് അവളാണ് ഉള്ളിയെല്ലാം വെട്ടിയത്. എല്ലാം ഇന്നും ഫുള്ളും ചെയ്യുന്നത് അവൾ തന്നെയാണ്. ഞാൻ വെറുതെ അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കാണാം നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കുന്നതെന്ന്. പട്ട, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ ടൊമാറ്റോ, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ എണ്ണ ചൂടായ ശേഷം പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ഇടുകയാണ്. അതൊന്ന് പൊട്ടിച്ചിട്ടിടേണ്ടായിരുന്നു. അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ചേർക്കേണ്ടത് ഉള്ളിയാണ്. അരിഞ്ഞു വെച്ച് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് എത്ര നൈസായിട്ട് വരത്തില്ല. ഉപ്പും കൂടെ ഇട്ടിട്ട് എല്ലാം വഴറ്റിയെടുക്കും. ആവശ്യത്തിന് ഉപ്പ്, അതൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് ആദ്യമേ ഉള്ളിയിൽ കൂടെ ഉപ്പിടുമ്പോൾ അത് നല്ല വഴണ്ട് കിട്ടും വേഗത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തിടുന്നത് ടൊമാറ്റോ ആണ്. കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എത്ര ടൊമാറ്റോ എടുത്ത്? 3 ടൊമാറ്റോ എടുത്ത് കുറച്ചധികം ഉള്ളിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ ഒരു 1/2 kg ഇത്രയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല ഇടാം. എന്തൊക്കെയാണ് മസാല വേണമെന്നുള്ളത് അത് നോക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം കൂടെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി അടുത്ത് 2.5 സ്പൂണ്, മല്ലിപ്പൊടി, പിന്നെ അടുത്ത് മുളക് പൊടി. അത് നമ്മുടെ ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിന്. ഇതിൽ ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 2 സ്പൂൺ ഇട്ടോ. ഇത്രയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരേക്ക് നല്ല വഴറ്റിയെടുക്കാം. എണ്ണയുണ്ട്, അതിന് വരെയുള്ളൂ, ഊറി ഇറങ്ങും. മസാലയുടെ നല്ല പച്ച ചുവയെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇത് നന്നായിട്ട് ഇളക്കി നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ഇടാം ആവശ്യത്തിന്, കുറച്ചുകൂടെ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെക്കണം. ഇതൊന്ന് പിടിച്ച് മസാലയെല്ലാം ഈ ചിക്കനിലോട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ചേർക്കാം. ഇവിടെ പൊതുവെ വെള്ളം ചേർക്കലില്ല. മോൾക്ക് കുറച്ച് ചാറായിട്ടൊക്കെയാണ് ചിക്കൻ ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ചിക്കനൊക്കെ വെന്ത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോയുടെ ഉള്ളിയിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി അതിൽ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്.
ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഈ മസാലയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു രീതിയിലോട്ട് ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ മസാല. ഇപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് അഥവാ നിങ്ങൾ വെള്ളം ഒഴിച്ചാലും ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ ചിക്കൻ കറിയിൽ. പിന്നെ തണുത്ത ഒഴിക്കുമ്പോൾ ഹാർഡായി പോവും. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, രമ്പ ഇലയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അനിയൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നട്ടിപ്പം വലുതായി. ഇത് ചിക്കനിലിട്ട് അടിപൊളി ടേസ്റ്റ്, നല്ല മണമാണ്. പക്ഷേ ഈ ഇലയിൽ പറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മണം കിട്ടത്തില്ല. ഇത് ഈ ചിക്കനിൽ കൂടെ വെന്ത് പാകമാകുമ്പോഴാണ് നല്ല മണം വരുന്നത് ചിക്കൻ കറിയുടെ. ഞങ്ങൾ ചിക്കൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ വന്നു. ഇനി എന്തായാലും ഉമയ്ക്കും കൂടെ ഫുഡ് കൊടുത്തിട്ടേ ഇന്ന് അയക്കണുള്ളൂ. അവൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, പൊന്നീരെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. കുറച്ചൊരു ശകലം ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം. ഇതിൽ ഞാൻ ഇപ്പോൾ ഇട്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്, ഒരു ശകലം. ഒന്ന് ലൂസാക്കി എടുക്കാം. ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ഇതൊന്ന് വേഗം വയ്ക്കാം. കുറുകട്ടെ. ഇനി ഈ ഇലയൊന്ന് നല്ല ഉപ്പുണ്ടാ? എന്തോന്ന് കുറവായിട്ടൊന്നുമില്ല, ഞാൻ വെച്ച അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒപ്പം കുറച്ച് മോരുകറിയും കുറച്ച് പയർ തോരൻ, ഒരു മുളക് വറുത്തത്, അങ്ങനെ എല്ലാം കൂടെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉമയും കൂടെ ഉണ്ട്, ഉമയ്ക്കും കൂടെ കൊടുക്കുന്നുണ്ട് ഫുഡ്. അവൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. കൊള്ളാമോ ചിക്കൻ കറി? നീ ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെയുണ്ട് നീ കഴിച്ചിട്ട്? ഞാൻ ഉണ്ടാക്കിയതായോണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ കറിയും ഉണ്ടാക്കി ഫുഡൊക്കെ വെച്ച് നോക്കണം അല്ലേ ഉമ്മ? ഡെയിലി വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ ജോലി ചെയ്ത് നിൽക്കില്ലല്ലോ. ಡಿಗ್ರಿ ಮುಗಿട്ടുണ്ട് அப்புறம் இப்போ செகண்ட் பி முடிச்சோன்னே வேலை செய்யுது. டிகிரிக்கு தொகுப்பு காரணம் சொல்லுங்கள். தேஜு 6 months கோர்ஸ் போ, வீட்டில் இருக்காது. ஆமாம், சின்ன சின்ன வேலை கற்றுக்கணும். பொம்பளை பசங்க என்றைக்கு இருந்தாலும் சமைச்சு சாப்பிடணும் இல்லையா? ஆமாம்.